ഹലോ മച്ചന്മാരെ, ന്യൂസിലേക്ക് സ്വാഗതം. വലിയ പബ്ലിസിറ്റിയും ഹൈപ്പും കാര്യങ്ങളും ഒന്നും വേണ്ട, സിനിമ കൊള്ളാമെങ്കിൽ കത്തിക്കോളും. അതിനുറപ്പ് തരികയാണ് ബസൂക്ക. ബസൂക്ക സിനിമ ആദ്യ പ്രദർശനം കഴിയുമ്പോൾ ലഭിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് അത് തന്നെയാണ്. സിനിമ കൊള്ളാം, ഗംഭീരമായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് പലരും ഇതിൻ്റെ ക്ലൈമാക്സ് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അണിയറയിലൊക്കെ ഉള്ളവർ. അന്ന് വിചാരിച്ചു സാധാരണ സിനിമയുടെ പ്രൊമോഷൻ പോലെ പലരും തള്ളുന്ന പോലെയാണ്. ഇത് ഒരു ഒന്നൊന്നര സംഭവമായിട്ട് തന്നെയാണ്. എന്താണെങ്കിലും കാശ് മുടക്കുന്നവന് ഒരിക്കലും അത് മോശമെന്ന് പറയാത്ത ലെവലിലുള്ള ഒരു ഗംഭീര സിനിമ, എക്സ്ട്രാ ഓർഡിനറി സിനിമ എന്ന് തന്നെ പറയാം. ഇതുവരെ മോളിവുഡ് സിനിമ കാണാത്ത രീതിയിലുള്ള പല വിഷ്വൽ ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ കഴിയും. ഇതിനു മുമ്പൊക്കെ വലിയ ഗ്രാഫിക്സ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിച്ചിട്ടുള്ള ഒരുപാട് കോടികൾ മുടക്കി എന്ന് പറയുന്ന സിനിമകൾ നമ്മൾ കണ്ടതാണ്. അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു രക്ഷയുമില്ലാത്ത, പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് മമ്മൂക്കയ്ക്ക് മുകളിൽ ഡീൻ ഡെന്നീസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ് തന്നെയാണ്. ഒരു ഗംഭീരമായിട്ടുള്ള അതിസൂപ്പറായിട്ടുള്ള സിനിമ തരാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. വർഷങ്ങൾ ഒരുപാട് എടുത്തു, ഒരുപാട് നാളത്തെ മോഹം, സ്വപ്നം അതെല്ലാം യാഥാർത്ഥ്യമാകുമ്പോൾ അതൊരു നല്ല ലെവലിലുള്ള സംഭവമായി മാറുന്നു. മമ്മൂട്ടി എന്ന നടൻ്റെ പ്രത്യേകതയും നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രൊമോഷൻ്റെയോ കാര്യങ്ങളുടെയോ ഒന്നും തന്നെ ആവശ്യമില്ല. സെലക്ട് ചെയ്യുന്ന സബ്ജക്റ്റുകൾ വെറൈറ്റിയാണ്. അത് തന്നെയാണ് സിനിമയ്ക്ക് മാറ്റി നൽകുന്നതും. ഈ ഒരു സിനിമ കാണുമ്പോൾ എല്ലാ പ്രേക്ഷകരും ഒരു കാര്യം ഉറപ്പിക്കും, എങ്ങനെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ സെലക്ട് ചെയ്യുന്നത്. ഒരു ഒന്നൊന്നര സംഭവമായി തന്നെ ഇരിക്കുന്നു സിനിമ. നമുക്ക് സിനിമയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ കാര്യങ്ങളിലേക്ക് വരികയാണെങ്കിൽ വേറെ ഒന്നുമല്ല, ഫസ്റ്റ് ഹാഫ് മികച്ചതായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. BGM, അഭിനയം, സംവിധാനം, ഗ്രാഫിക്സ് തുടങ്ങിയ എല്ലാ മേഖലയും ഗംഭീരമെന്ന് പറഞ്ഞുവെങ്കിൽ ഇൻ്റർവെൽ പഞ്ച് അതിഗംഭീരമെന്നാണ് ആളുകളിൽ നിന്ന് കിട്ടിയത്. അവിടെ നിന്ന് സെക്കൻഡ് ഹാഫ് കൊള്ളാമെങ്കിൽ പടം കത്തുമെന്ന് പറഞ്ഞെങ്കിൽ സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫിനേക്കാൾ മുകളിൽ മികച്ചു നിൽക്കുന്നു എന്നുള്ള അപ്ഡേറ്റുകൾ തന്നെയാണ് കിട്ടുന്നത്. അത്രത്തോളം ഗംഭീരമായിട്ട് തന്നെ പോകുന്നു. പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗങ്ങൾ ആരെയും ഞെട്ടിക്കുന്ന തരത്തിൽ ഫൈറ്റൊക്കെ കൊടൂരം എന്നുള്ളത് തന്നെയാണ്. അതായത് മമ്മൂട്ടി സിനിമകളിലെ ഫൈറ്റ് സാധാരണഗതിയിൽ എനിക്ക് വലിയ താല്പര്യമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ടർബോ എന്ന സിനിമയിൽ മികച്ച രീതിയിൽ മമ്മൂക്കയുടെ പെർഫോമൻസ് ഉണ്ട്. അതിന് മുകളിൽ നിൽക്കുന്നു ഈ ഒരു സിനിമയുടെ പെർഫോമൻസ് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ അതൊരു ഗംഭീരമായിട്ടുള്ള കൊടൂരമായിട്ടുള്ള സംഭവം എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്നലെ വരെ ഈ പറഞ്ഞ പോലെ എത്ര പേരുണ്ട് അല്ലെങ്കിൽ എത്ര കാശ് കിട്ടി എന്നൊക്കെ ചോദിച്ചു ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചെടുത്ത് ഇന്നു മുതൽ ടിക്കറ്റ് ഇല്ല എന്നുള്ളൊരു കാര്യം പറയാൻ പറഞ്ഞു. അത് വേറെ ഒന്നുമല്ല, ഓരോ പ്രേക്ഷകൻ തന്നെയാണ്. കാരണം ഞങ്ങൾ ടിക്കറ്റ് എടുക്കുകയാണ്, അത്രത്തോളം ആവേശമാണ്. സാധാരണ മമ്മൂട്ടിക്ക് സിനിമയ്ക്ക് കണ്ടുവരുന്ന അതേ ഫോർമാറ്റ് തന്നെ. ആദ്യ ഷോകൾക്ക് ആൾ കുറവാണെങ്കിൽ പിന്നീട് അങ്ങോട്ട് തിരക്ക് കൂടുന്ന പ്രതിഭാസം അത് മമ്മൂട്ടി സിനിമകൾക്ക് നമുക്ക് കാണാൻ കഴിയാറുണ്ട് സ്ഥിരമായിട്ട്. അത് തന്നെ ഇവിടെയും സംഭവിക്കുന്നു. എന്തായാലും സിനിമ ഒരു ഗംഭീര കൊടൂര സിനിമ തന്നെയാണ്. നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റുകളുമായി നിങ്ങൾക്ക് കമൻസിലൂടെ നിറയാം. എന്താണെങ്കിലും വീണ്ടും ഒരു വമ്പൻ വിജയ ചിത്രവുമായി മമ്മൂക്ക എത്തി എന്നുള്ള സന്തോഷകരമായ വാർത്ത. സിനിമ പൊളിച്ചടുക്കി എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ബുക്ക് മൈ ഷോ ഒക്കെ നോക്കുമ്പോൾ നമുക്ക് എല്ലായിടത്തും ഓറഞ്ച് മയം ഇപ്പോഴേ ആയ കാര്യം കാണാൻ കഴിയുന്നു. ഇന്നലെ വരെ പച്ചയ്ക്ക് കത്തിച്ചു എന്ന് കളിയാക്കിയിരുന്നവർക്ക് ഇന്ന് തീമഴ പെയ്യിക്കുന്നു തിയേറ്ററിൽ എന്ന് തന്നെ പറയേണ്ടി വരും.